ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ നീട്ടു, പല്ല് തേച്ച്, മുഖം കഴുകി. ശ്രീലക്ഷ്മി നീട്ടിട്ടില്ല കേട്ടോ, കാണിച്ചു തരാം. കണ്ടോ, തണുപ്പായതുകൊണ്ട് പുതച്ച് മൂടി കിടന്നു. അപ്പോൾ ചുക്കുവെള്ളം ഉണ്ടാക്കി, ചായ ഉണ്ടാക്കി. ഇപ്പോൾ അരി കഴുകിയിടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്, തിളയ്ക്കണുള്ളൂ. ബാത്റൂമിലൊക്കെ വെള്ളം കൊണ്ടുപോയി വെച്ചു, കുളിമുറിയിലും അല്ല. പിന്നെ ചായ കുടിക്കുകയാണ്. ശ്രീലക്ഷ്മി പിന്നെ ചായ കുടിക്കൂല കേട്ടോ, ചായ കുടിക്കൂല, ചുക്കുവെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ. രാവിലെ ഞങ്ങൾ ചായ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ, കടി ഉണ്ടാക്കൂല. അവധി ദിവസങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. പിന്നെ ഉണ്ടാക്കിയാൽ ഞാൻ ഒറ്റയ്ക്ക് തിന്നണം. ശ്രീലക്ഷ്മിക്ക് എല്ലാതും ഒന്നും പറ്റൂല, അതിന് പല നേരത്ത് പല സ്വഭാവമാണ്. പിന്നെ ചോറുണ്ടാക്കിയാലും അതെ, ചോറ് എന്നൊന്നും ചോറ് തിന്നൂല. അല്ലെങ്കിൽ ചിലപ്പോൾ കപ്പ ഉഴുന്ന് പുഴുങ്ങും, അല്ലെങ്കിൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഉഴുന്നിട്ട ദോശ ഉണ്ടാക്കും. അതൊക്കെ ഉണ്ടാക്കിയാലും ഞാൻ ഒറ്റയ്ക്ക് തിന്നേണ്ടി വരും. അത് കാരണം ഞാൻ എത്ര കുറച്ചുണ്ടാക്കിയാലും ഞാൻ ഒറ്റയ്ക്ക് തിന്നേണ്ട ഗതിയാണ്. അത് കാരണം കടി ഉണ്ടാക്കൽ നിർത്തി. ഇപ്പോൾ ചോറ് വയ്ക്കും. അപ്പോൾ രാവിലെ ശ്രീലക്ഷ്മി പ്രോട്ടീൻ കുടിച്ച് പോവും. നമുക്ക് പിന്നെ രാവിലെ വേറെ ഒരു സാധനം വേണ്ട, അതാണ് ഏറ്റവും. അപ്പോൾ ഞങ്ങളെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കുക. കുറേ ആയിട്ട് വീഡിയോസൊന്നും ആയിട്ട് വരലില്ല. എന്താ വെച്ചാൽ ഒന്നാമത് സമാധാനമില്ല. അമ്മേൻ്റെയും അനിയൻ്റെ ഒക്കെ ഒരു കാര്യം ആലോചിച്ചിട്ട് എന്താ പറയുക, ഒരവസാനം നമുക്ക് ആലോചിച്ചിട്ടൊരറ്റം കണ്ടെത്തണില്ല. എല്ലാം കൂടെ ആയിട്ട് ഒരു മാനസികാവസ്ഥയിലാണ്. അപ്പോൾ അത് കാരണം വീഡിയോസൊന്നും ഇടാൻ തോന്നലില്ല. ഇടണം എന്നുണ്ട്, നമ്മളൊരു മാനസികാവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് ഇടാത്തത്. അപ്പോൾ അരിൻ്റെ വെള്ളം തിളച്ച് തുടങ്ങി, കാണിച്ചു തരട്ടോ. വേണ്ട, അരിക്ക് വെള്ളം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. വേണ്ട, അടുക്കളയാണ്. അപ്പം എല്ലാതും ഇപ്പം ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയിരിക്കുകയാണ്. വെള്ളം തിളച്ച് അരി ഇടട്ടെ.